ഭയക്കുന്നുണ്ടെങ്കിൽ ഇത് പറയോ? ഒരിക്കലും ഇല്ല. ഭയക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പറയില്ലല്ലോ. കാര്യം ഇതിനകത്ത് മനസ്സിലായെന്ന് വെച്ചാൽ ഇതുണ്ട് എന്നുള്ള ആക്സെപ്റ്റൻസിലേക്ക് ഞാൻ എത്തി എന്നുള്ളതാണ്. ഇത്രയും കാലം നമുക്ക് സംശയാസ്പദം അങ്ങനെയുള്ള കാര്യങ്ങൾ, പക്ഷെ ഇപ്പോഴും എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് പുറത്ത് വന്നിട്ട് ഇങ്ങനെയൊന്നും പറയാനുള്ള എവിഡൻസ് ഇല്ല. അല്ലെങ്കിൽ അത് ബേസിക്കലി ഇവിടെ സൈക്കോളജിയാണ്. ഇവിടെ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. ഇപ്പം നിങ്ങളൊരു പോസ്റ്റിന്റെ താഴെ ഒരു 100 കമന്റ് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ അതാണ് ശരി. ഈ 100 കമന്റാണ് ഞാൻ ഈ പറഞ്ഞ PR. ഇത് ചെയ്യാനൊന്നും ആൾക്കാരുണ്ട്, ചെയ്യാൻ ഏജൻസീസ് ഉണ്ട്. അത് നെഗറ്റീവായിട്ടും ചെയ്യാം, പോസിറ്റീവായിട്ടും ചെയ്യാം. പോസിറ്റീവായിട്ട് ചെന്നപ്പോൾ നമുക്ക് ഇപ്പൊ ഒരു പേഴ്സണൽ PR എന്ന് പറഞ്ഞൊരു സെറ്റപ്പിൽ വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് അല്ല, അത് ഞാൻ പറഞ്ഞ അത് പേഴ്സണലി ചെയ്യുന്നവരുടെ കാര്യം ഞാൻ പറയണ. എനിക്ക് അത് ഞാനത് പിടിച്ചിട്ടില്ല. കാര്യം അത് അത്ര നല്ലൊരു എത്തിക്കൽ പരിപാടിയായിട്ട് തോന്നില്ല. നമ്മൾ തന്നെ പൈസ കൊടുത്ത് ഇങ്ങനെ ഒരു നറേറ്റീവ് നമ്മളെ കുറിച്ച് എഴുതണമെന്ന് നമ്മൾ തീരുമാനിക്കണ പോലെയാണ്. അതിൽ ഓഡിയൻസിന് ഒരു സെയിൽ ഇല്ലാണ്ടാവുകയാണ്. ഇതിനെല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കണ്ട് വിലയിരുത്തുക എന്നുള്ളത്. ഓഡിയൻസ് കാണുക. സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സാധനമില്ല, അതാണ് അൾട്ടിമേറ്റ് സാധനം. നിങ്ങൾ വേറൊരാളുടെ കൊടുത്ത നറേഷനിൽ നിങ്ങൾ പോരുതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ ജനം പടം കാണട്ടെ എന്നുള്ളത്. കാര്യം അവരുടെ നിന്നുള്ള റെസ്പോൺസ് ആണല്ലോ അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഏറ്റവും വലിയ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രോത്സാഹനവും പ്രചോദനവും മുന്നോട്ടേക്ക് തന്നെ നയിക്കുന്നത് ഓഡിയൻസിന്റെ സ്നേഹം മാത്രമാണ്. എനിക്ക് വേറൊരു സപ്പോർട്ട് സിസ്റ്റം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഓഡിയൻസ് മാത്രമാണ് എൻ്റെ ബലം. അവർ പടം കാണുമ്പോൾ അവർ തരുന്നൊരു റെസ്പോൺസ് ഉണ്ട്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അതൊരു സ്നേഹമാണ് കിട്ടുന്നത്, ഈ സിനിമയ്ക്ക് കിട്ടുന്നത്. ഇന്നലെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൽ മേളിൽ വേറൊരു ശക്തി ഉണ്ടെങ്കിൽ അതിന് നോക്കാൻ എനിക്ക് തോന്നുന്ന ഈ പ്രപഞ്ച ശക്തിക്കത് അതിനുള്ള എല്ലാവിധ കഴിവുമുണ്ട്. അതിനെ നേരിടാനാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ ജോലി അത്രയും എന്നാൽ കഴിയുന്ന പരമാവധി ഞാൻ ചെയ്തിട്ടുമുണ്ട്. അത് എന്നെ സപ്പോർട്ട് ചെയ്യും, എന്നെ ഈ പ്രപഞ്ച ശക്തി എന്നെ സപ്പോർട്ട് ചെയ്യും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് ഒരു എവിഡൻസ് വെച്ചുകൊണ്ട് സംസാരിക്കാനല്ലേ പറ്റുള്ളൂ. എനിക്കത് ഇല്ല. അതുകൊണ്ട് എനിക്കത് ഇന്നതാണെന്ന് എനിക്ക് പറയാനും പറ്റില്ല. അതെനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ഈ പറയണത് എന്തുകൊണ്ടാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടല്ലേ, നിങ്ങൾ തോന്നിയോണ്ടല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കണേ. അപ്പൊ എനിക്കിത് തോന്നാണ്ടിരിക്കുന്നു. പിന്നെ ഷൈന് ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഷൈൻ്റെ സിനിമ വരുമ്പോൾ കാണാനും ഷൈൻ സപ്പോർട്ട് ചെയ്യാനുണ്ട്. പക്ഷെ ഇപ്പോൾ ഷൈൻ ഭയങ്കരമായിട്ട് പ്രതികരിച്ചു തുടങ്ങി. ഇപ്പോൾ ഒരു ഫോൺ നമ്പർ പോലും എൻ്റെ കൊടുക്കാൻ ആളില്ല ഇൻഡസ്ട്രിയിൽ, അവർ ഹെൽപ്പ് പോലും ഇല്ല എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ഷൈൻ ഭയക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ? ഭയക്കുന്നുണ്ടെങ്കിൽ ഇത് പറയോ? ഞാൻ ചോദിച്ചാ ഒരിക്കലും ഇല്ല. ഭയക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പറയില്ലല്ലോ. കാര്യം ഇതിനകത്ത് മനസ്സിലായെന്ന് വെച്ചാൽ ഇതുണ്ട് എന്നുള്ള ആക്സെപ്റ്റൻസിലേക്ക് ഞാൻ എത്തി എന്നുള്ളതാണ്. ഇത്രയും കാലം നമുക്ക് സംശയാസ്പദം അങ്ങനെയുള്ള കാര്യങ്ങൾ, പക്ഷെ ഇപ്പോഴും എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് പുറത്ത് വന്നിട്ട് ഇങ്ങനെയൊന്നും പറയാനുള്ള എവിഡൻസ് ഇല്ല. അല്ലെങ്കിൽ ഇത് നമ്മൾ മറ്റേ വേറെ ആരെങ്കിലും കുറിച്ച് ചുമ്മാ അങ്ങനെ പറയുന്നു എന്നുള്ളൊരു സീനിലേക്ക് ആൾക്കാർ എന്നെ കാണുള്ളൂ. എനിക്ക് ഇതിനൊന്നും എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. സോ എനിക്കത് ആധികാരികമായി പറയാൻ പറ്റില്ല. ഞങ്ങളെക്കാളും കൂടുതൽ ഞങ്ങളുടെ മീഡിയ സുഹൃത്തുക്കൾക്കാണ് ഇത് കുറച്ചുകൂടെ ഇത് എന്താണ് എൻ്റെ ഒരു പ്രൂഫ് വഴി കണ്ടെത്തി തരാൻ പറ്റുള്ളൂ. അതൊന്ന്. പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ റിവ്യൂസ് പറയുമ്പോഴാണെങ്കിലും വ്യക്തിപരമായിട്ട്, അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മൊത്തത്തിലുള്ള കാര്യമാണ്. അതിപ്പോൾ സിനിമ എന്നുള്ളത് മാത്രമല്ല. ഇപ്പം നമ്മളൊരു ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന ഒരു മേഖല എൻ്റെ ഡാൻസും പാട്ടും ഇതൊക്കെയാണ്. ഈ ഒരു ആർട്ടായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ്. നമ്മൾ മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ വ്യക്തിപരമായിട്ട് ഭയങ്കരമായിട്ട് ഇട്ട് കീറി മുറിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളോരോ അഭിപ്രായം പറയുമ്പോൾ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തൊക്കെ പറയുന്ന കാര്യം അതത്ര നല്ലതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ഇയാളെ വീട്ടിലിരുത്താം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇവിടെ വരാത്ത രീതിയിലാക്കാം എന്നുള്ളത് എല്ലാ മേഖലകളിലും ആരൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ സിനിമയിൽ തമാശ പോലും ഇല്ലാത്ത ചില സിനിമകളിൽ ഭയങ്കര അടിപൊളികൾ നിങ്ങൾ ചിരിച്ചു എന്ന് പറയുന്നത് തരത്തിലുള്ള റിവ്യൂസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് പേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് വ്യക്തിപരമായിട്ട് വല്ലാതെ, നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റി പറയുന്നത് പോലെയല്ല വ്യക്തിപരമായിട്ട്. അതിപ്പോൾ അയാളെ എല്ലാവർക്കും ഒരേ മനക്കെട്ടി ആയിരിക്കില്ല ചിലപ്പോൾ ഫേസ് ചെയ്യാനായിട്ട്. അപ്പം കുറച്ചുകൂടി നമ്മൾ ചിലപ്പോൾ അവരുടെ ജീവിതമേ ഇല്ലാതാക്കി വരിക്കും.
അപ്പോൾ അത്തരം പ്രവണതകളിലേക്ക് പോവാതിരിക്കൂ എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ എല്ലാ മീഡിയാസും സുഹൃത്തുക്കളും ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വ്യക്തിപരമായിട്ടുള്ള കീറി മുറിക്കൽ കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ, അതിപ്പോൾ നിങ്ങളായിരിക്കും ഞങ്ങളെക്കാളും കൂടുതൽ കണ്ടുപിടിക്കാൻ മിടുക്കരായിട്ടുള്ളവർ. നിങ്ങൾ എല്ലായിടത്തും പോകുന്നവരാണ്, എല്ലാവരെയും കാണുന്നവരാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ റീസൺ ഉള്ളത് നിങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റുക. എന്നെ ഹെൽപ്പ് ചെയ്യൂ. അല്ല, സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് മീഡിയയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. മീഡിയ നിങ്ങൾ ഇത്രയും സജീവമായിട്ടുള്ളത് കൊണ്ടാണ് പല സിനിമകളെ കുറിച്ചും പല അറിയുന്നതും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ചില അറിയില്ലാത്ത സിനിമകളെ കുറിച്ച് ആളുകളെ അറിയിക്കുന്നത് പോലും മീഡിയയാണ്. അപ്പോൾ ചിലപ്പോൾ നല്ല സിനിമകളായിരിക്കും, ഒരു പബ്ലിസിറ്റി കുറവുണ്ടാവും, പക്ഷെ മീഡിയയുടെ ഒരു പ്രസൻസ് കൊണ്ട് അങ്ങനെ വിജയിച്ച പടങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മീഡിയ എപ്പോഴും സപ്പോർട്ടീവാണ് സിനിമയ്ക്ക്. അപ്പോൾ കൃഷ്ണബാബു പറഞ്ഞ പോലെ ചിലർ വ്യക്തിവിരോധം കാരണം ചില ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. അത് ഒഴിവാക്കിയാൽ അത്രയും നല്ലത്. കാരണം ഒരു വ്യക്തിയോടുള്ള വിരോധം കൊണ്ട് ഒരു സിനിമയോ ഒരു ഇൻഡസ്ട്രിയെയോ തകർക്കുന്ന രീതിക്കുള്ള പ്രതികരണങ്ങൾ സിനിമയ്ക്ക് അറ്റ്ലീസ്റ്റ് ഉണ്ടാവാതിരുന്നാൽ ഇൻഡസ്ട്രി കുറച്ചും കൂടി നന്നായി പോകും. ഇൻഡസ്ട്രി ഉണ്ടെങ്കിലാണ് മീഡിയയ്ക്കും ഇതേപോലെ നിലനിൽക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾക്കും ഇതേപോലെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഉണ്ട്, പിന്നെ ഉറപ്പായിട്ടും ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഷെയ്ൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെയൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ആൾക്കാരില്ല. ഇപ്പം ഞാൻ പേഴ്സണലി ഉള്ള കാര്യം പറയുവാണ്. നമ്മളെയൊക്കെ കൈപിടിച്ച ഒരു ക്യാരക്ടറിന് ഇത് ഇവർ കൃഷ്ണപ്രഭ തന്നെ ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറോ ഒരു ഡയറക്ടറോ ഇപ്പോൾ അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി അറിയില്ല. ചിലപ്പോൾ പുറത്ത് പറയുന്നുണ്ടാവും ഒരു നല്ല ആർട്ടിസ്റ്റാണ്, അവർക്ക് നല്ല കൊടുക്കാം എന്ന് പറയുന്നവരുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ദൃഢമായിട്ട് പിന്നെ എന്നെ ഇവരെ തന്നെ വയ്ക്കണം എന്ന് പറഞ്ഞ ആരും ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം അതിൽ കുറച്ചെങ്കിലും ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടത് ജീത്തു സാറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയും ഇവർ മാട്ടിനെ പോലുള്ള ഇവർ ഈ ഒരു ടീമുമാണ്. അത് ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരെയും. ഇപ്പോൾ ദിനേശേട്ടനൊക്കെ ഞങ്ങൾ ചാൻസ് ചോദിച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു അതെ അതെ അപ്പോൾ അത്തരം ക്യാരക്ടേഴ്സിലേക്ക് നമ്മൾ ചൂസ് ചെയ്യാൻ അവർ ഓർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹവും വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മളെപ്പോലുള്ളവർക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു കൂടിപ്പോൾ ഒരു 3-4 സീൻ, ചിലപ്പോൾ 10 സീൻ ഉണ്ടാവും, ചിലപ്പോൾ ഒരു സീനേ കാണത്തുള്ളൂ. അങ്ങനെ നല്ല ആർട്ടിസ്റ്റുകളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും കുറച്ച് സീൻസിലായിട്ട് ഒതുങ്ങി പോവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഇത് എവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ ഉത്തരവും, ഇതിൻ്റെ എന്താണ് ഒരു റീസൺ എന്നുള്ളത് ഞങ്ങൾക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് ചില ആൾക്കാരെ ചോദിക്കും എന്തിനാണ് പോയി ഒരു സീനൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. പക്ഷെ അത് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ചാൻസ് ചോദിച്ച സിനിമയിൽ വന്നതാണ്. അപ്പോൾ ചാൻസ് ചോദിച്ച സിനിമയിൽ വന്നവർക്ക് അതിൻ്റെ ഒരു സീനാണെങ്കിലും കിട്ടുമ്പോൾ ഉള്ള സന്തോഷം ഞങ്ങൾക്കാണ് അറിയാൻ പറ്റുന്നത്. പറയുന്നവർക്ക് മാറിയെന്ന് പല അഭിപ്രായങ്ങളും പറയാം. ഈ ഒരു സീനാണേലും ചെയ്ത് അത് ഫലിപ്പിക്കുക എന്നുള്ളതും അതും ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതിലാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയൊക്കെ പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തു സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളതാണ് റിക്വസ്റ്റ്. നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം എന്ന് തന്നെയാണ് എപ്പോഴും പ്രാർത്ഥന. ഇപ്പോൾ മാട്ടിനോടൊക്കെ അതാണ് ഒരു നന്ദി പറയുന്നത്. കാരണം ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞങ്ങൾ 2 ക്യാരക്ടേഴ്സാണ്, ഫീമെയിൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഓർമ്മത്തിൽ വന്നാൽ കൃഷ്ണചേച്ചി എഴുതാം എന്ന് അവർ തീരുമാനിക്കുന്ന ആ മൊമെൻ്റ് ഉണ്ടല്ലോ, അവർക്ക് ഓർമ്മയിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. 10 റിവ്യൂവിലും 8 നമുക്ക് നല്ല തന്നെയാണ് വരുന്നത്. സോ അത് മിക്സഡ് ആണെന്ന് പറയരുത്. അതിനൊരു റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർ കുറേ പടങ്ങൾ ഒരു റിവ്യൂവിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് ചില ഏരിയകൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. അതെനിക്ക് ഞാൻ കുറേ പടങ്ങൾ കണ്ടുകൊണ്ടായിരിക്കാം, പക്ഷേ ഇതൊരു നോർമൽ ഓഡിയൻസ് കാണുമ്പോൾ അയാൾക്ക് ഒരു കിക്ക് കിട്ടാം, അയാൾക്ക് അതുകൊണ്ട് ആ പടം വർക്കായി എന്ന് ഒരു റിവ്യൂവിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോഴും നമ്മളൊരു റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മളൊരു നോർമൽ ഓഡിയൻസിൻ്റെ ഒരു POV-യിൽ ചെയ്യണം ആക്ച്വലി. അപ്പം ചിലപ്പോൾ അവരുടെ അഭിപ്രായം ആയിരിക്കാം, കീറി മുറിച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. ഞങ്ങൾ സാധാരണക്കാർക്ക് കണക്ട് ആവുന്ന രീതിക്കാണ് ഞങ്ങളത് വർക്ക് ചെയ്തത്. അതെല്ലാവർക്കും അങ്ങനെ നോർമൽ ഓഡിയൻസിന് കണക്ട് ആവുമെന്ന് എനിക്ക് ഇന്നലെ കുറേ കൂടുതൽ വന്നു. നോർമൽ ഓഡിയൻസ് അവസാനമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് തിയേറ്ററിൽ ഇറങ്ങുന്നത്. ഇന്നലെ പന്മയിലൊക്കെ ആണെങ്കിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ട് വിത്ത് ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതിൽ രണ്ടിലും കോംപ്രമൈസ് ചെയ്യപ്പെടരുത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ യൂട്യൂബ് ഇതെല്ലാം വന്നതിന് ശേഷം നമ്മളിത്
പൊതുജനങ്ങൾ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മളിപ്പോൾ ഒരു 10, 15 അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് നമ്മളൊരു കവലയിൽ നിന്നുകൊണ്ട് ആ പടത്തിന് ഇത്ര കളക്ട് ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ പറയില്ല. നമ്മൾ ബോധേഡല്ല, നല്ല പടമായിരുന്നു അല്ലെങ്കിൽ മോശം പടമായിരുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല കണ്ടിരിക്കാം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പണ്ട് ന്യൂസ് പേപ്പറിൽ ഇന്ന് ഏത് പടം ഇറങ്ങിയേക്കണം അത് നോക്കി പടം കണ്ട് അത്രേ ഉള്ളൂ, അതവിടെ കഴിഞ്ഞ്. നമ്മൾ കൂടിപ്പോയാൽ നമ്മുടെ വീട്ടുകാരോട് പറയും, നമ്മുടെ കൂട്ടുകാരോട് പറയും. നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മളിപ്പോൾ പറയുന്ന ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇന്നിപ്പോൾ സംഭവിച്ചത് എല്ലാം വളരെ സ്പീഡായി. നമുക്ക് 2-3 ദിവസത്തിൽ തന്നെ ഏകദേശം ഇതിന്റെ പ്രോഗ്രാം എങ്ങോട്ടേക്കാണ്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടു അറിഞ്ഞു ആൾക്കാരിലേക്ക് എത്തി ഓർഗാനിക്കായിട്ട് കണ്ട് വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. നമുക്ക് തിയേറ്റേഴ്സും ഇല്ല, ഇതെല്ലാം ഭയങ്കര സ്പീഡായി എന്നുള്ളതാണ് ഇപ്പൊ ഈ കാലത്തിന് ഒപ്പം ഉണ്ടായ ഒരു മാറ്റം. ഇത് എല്ലാം ഒരു ഫണ്ണായിട്ട് പറഞ്ഞതാണ്, അങ്ങനെ സീരിയസ് നോട്ടിലല്ല. ചിലത് പറയുന്നില്ല പടം അടിപൊളിയാണ് പക്ഷെ ആർട്ട് ഡയറക്ഷൻ ശരിയായില്ല, ആർട്ട് ഡയറക്ഷൻ ശരിയായില്ല, പടം അടിപൊളിയാണ്. അപ്പൊ ഇത് എന്ത് ഇവൻ ആർട്ട് ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണോ പടം കണ്ടതെന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ അവൻ്റെതായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവൻ ആർട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്കിതിനെ കുറിച്ച് വിവരമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ കമന്റ് ഇടുന്നത്. പക്ഷെ നമ്മൾ ആർട്ട് ഡയറക്ഷൻ ശരിയായില്ല, പടം അടിപൊളി, ഇതെന്താണ് സംഭവമല്ലോ, പടമൊക്കെ ഉഗ്രൻ പക്ഷെ കോസ്റ്റ്യൂം ശരിയായില്ല, കോസ്റ്റ്യൂം ശരിയില്ല. അപ്പൊ പക്ഷേ ഈ പറഞ്ഞ മാതിരി ജനങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവ് വന്നു, അവൻ കോസ്റ്റ്യൂം ശ്രദ്ധിക്കാൻ തുടങ്ങി, ആർട്ട് ഡയറക്ഷൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പറഞ്ഞ പോലെ ഇന്റർനാഷണൽ സിനിമയിലേക്ക് എക്സ്പോസ്ഡ് ആയി, ഒത്തിരി OTT പ്ലാറ്റ്ഫോംസിൽ കുറേ സിനിമകൾ കാണുന്നത് നല്ലതാണ്. നമ്മുടെ പ്രേക്ഷകരും അതിനോടൊപ്പം വളരെയാണ്, അവർ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പണ്ട് ഇതൊന്നും ഈ പറഞ്ഞ പോലെ അറിയില്ലായിരുന്നല്ലോ, സിനിമ കണ്ട് സിനിമ നല്ലതാണ് കൊള്ളില്ല, അത് രണ്ടാഭിപ്രായമുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി മറ്റേ ആ ടേബിളിൽ 2ാമത്തെ ഷോട്ടിൽ ഗ്ലാസ് മാറ്റി വെച്ചു, അതായത് എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ ചോദിച്ചിട്ട് മറ്റേ കണ്ടിന്യൂറ്റി തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് സമ്മതിക്കാൻ പറ്റില്ല ഈ പടം ഹിറ്റല്ല എന്ന് പറയാം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓഡിയൻസ് പടത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത്. പടം കുറെ പേര് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു പവർഫുൾ നായകൻ്റെ ഒരു പടമല്ല. അതായത് നിങ്ങൾ ഒന്ന് ഇത്രയൊക്കെ ചിന്തിച്ചാൽ മതി. പടത്തിൽ ഇപ്പോൾ ഒരു SI ആവാനുള്ള മിനിമം പ്രായം എന്ന് പറഞ്ഞാൽ 21 വയസ്സാണ്. ഇപ്പൊ താല്പര്യമില്ലാത്ത, അതായത് ഇപ്പോൾ പടത്തിൽ തന്നെ ഡയലോഗുകളിൽ ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും വിജയ്ക്ക് SI ആവാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ വീട്ടുകാരുടെ നിർബന്ധത്തിന് SI പവർഫുൾ ക്യാരക്ടറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, സ്പോയിലർ അല്ല. അങ്ങനെ ഒരാള് SI ആയിട്ട് കയറുന്നു. അപ്പൊ ആ സ്റ്റേഷനിൽ ചെന്നപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പടത്തിലൂടെ ഒരു ക്യാരക്ടറിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഒരു പവർഫുൾ നായകനെ പ്രതീക്ഷിച്ച് ആരും തിയേറ്ററിലേക്ക് പോകരുത്, അതാണ് പറയാനുള്ളത്. മെയിൻ പോയിന്റ് അവൻ പറഞ്ഞു, ഞാനും അതാ പറയാൻ ഉദ്ദേശിച്ചത്. കുറേ ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഇത് പ്ലാൻ ചെയ്തപ്പോൾ നമ്മുടെ കൂട്ടുകാരുണ്ട് കുറേ പേര്, ഈ പറഞ്ഞ പുതിയതായിട്ട് പോലീസിൽ കയറിയ ആൾക്കാരും അങ്ങനെ കുറച്ച് ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ ഇവരെ നമ്മൾ ഡെയിലി കാണുന്നതാണ്, ഇവരുടെ ദിവസേന എങ്ങനെയാണ് അവരുടെ സംസാരം, നമ്മളെടുത്ത് വരുമ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം. ആ ഒരു ക്യാരക്ടർ ഷെയ്ൻ ബ്രോ അത്രയും അടിപൊളിയായിട്ട്, ഞങ്ങൾ റൈറ്റേഴ്സിന് പ്രകാരം അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ആ ക്യാരക്ടർ. ഇപ്പോൾ കുറേ പേര് ചോദിച്ചു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ, പക്ഷെ ഇങ്ങനെ ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ചോദിച്ചില്ല കണ്ടിട്ടുണ്ടോ എന്ന്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടുകാരന്മാരുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവരുടെ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് സ്പോയിലറല്ല, ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്, ഒരു കൊലപാതകം കേസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോഴുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, പ്രഷർ ഉണ്ട്, ആ ക്യാരക്ടർ ട്രാവൽ ആവുന്നൊരു ട്രാക്ക് ഉണ്ട്. അതാണ് ഈ കഥയുടെ കോർ. അതിൽ ലാൻഡ് ആവുന്ന ഒരു നല്ല ക്ലൈമാക്സും ഉണ്ട്. ഇതാണ് ഈ കഥ. അതല്ലാതെ കുറേ റിവ്യൂസ് പറയുന്ന പോലെ ഈ പറഞ്ഞ പോലെ ഭയങ്കര അമച്ചുറായിപ്പോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ആരൊക്കെയോ എന്താണെന്ന് മനസ്സിലാകാതെ സംസാരിക്കും. ക്യാരക്ടറാണ്, അതാണ് ആ ക്യാരക്ടർ. അത് മനസ്സിലാക്കാതെ സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ആ പടം കാണുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. 26-ാമത്തെ വയസ്സിൽ 27 വയസ്സിലൊക്കെ SI ആയ ആൾക്കാരുണ്ട്. അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ക്യാരക്ടറുടെ ട്രാവലും ശേഷം നമ്മൾ റോഡിൽ കാണുന്നുണ്ട്, അവിടെ എന്താ അതൊക്കെ ചോദിച്ചിട്ട് നമ്മളെ തട്ടുന്ന പോലീസുകാരിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ള ട്രാവലാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചത്. അത് വ്യക്തമായി നമ്മൾ കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ പടം റിലീസായി. അപ്പം എല്ലായിടത്തും നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കാനും പിന്നെ പടത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. അപ്പം എന്താ കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം പടം വർക്കായി എന്ന് പറയുന്നവരുണ്ട്, വർക്കായില്ലെന്ന് പറയുന്നവരുണ്ട്. അപ്പം എന്താ കുറച്ച് നോർമൽ ആൾക്കാർക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. കുറച്ച് വേറെ കുറച്ച് ആൾക്കാർക്ക് പടം അത്രയ്ക്ക് അങ്ങോട്ട് കണക്റ്റ് ആയി എന്ന് പറയുന്നു. മൊത്തത്തിൽ നമ്മൾ ഹാപ്പിയാണ്. എന്നെ കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്, പടം കണ്ടിട്ട് ഭയങ്കരമായിട്ട് വർക്കായി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പടം കാണുക, തിയേറ്ററിൽ നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക.
നല്ല സിനിമയായിരിക്കും, നല്ല സിനിമയാണ്. നിങ്ങൾക്കത് എന്താ അവസാനം വരെ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഹാപ്പി ആയിട്ട് ഇറങ്ങാം എന്നാണ് എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, അത് മനുഷ്യ സഹജമാണ്. അത് ആ അഭിപ്രായം പറയുന്നതിൻ്റെ അവരുടെ അറിവിൻ്റെ ആഴവും അതിൻ്റെ ആ വിഷയത്തിലുള്ള അവരുടെ അറിവ് എത്രമാത്രമുണ്ടോ അതിനെ ആശ്രയിച്ചിരിക്കും ആ അഭിപ്രായത്തിൻ്റെ ബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ അഭിപ്രായം നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി, കാണുക.